ഹലോ! എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏകദേശം 8 മണിയായിട്ടുണ്ടേ. ഇപ്പം രാവിലെ ഇവിടുത്തെ ടെമ്പറേച്ചർ -9 അപ്പം ഞാനും മോളും കൂടി പുറത്തേക്ക് പോവാണ്. എനിക്ക് മോളെ കിൻഡർഗാർട്ടനിലാക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്കും ക്ലാസ്സിൽ പോണേ. ഞാനിവിടെ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് സ്നോയാണ് കേട്ടോ. കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. വാവ്! അടിപൊളിയല്ലേ സൈറു? കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ, ഫുള്ള് വൈറ്റായിട്ട് കിടക്കുവാണേ. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്നോ വീണിട്ട് 2-3 ദിവസം കഴിഞ്ഞു. അപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്ലിപ്പാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നല്ല ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് വേണം ഈ സ്നോയിൽ കൂടി നമ്മൾ നടക്കാനായിട്ട്. അപ്പം മോളുടെ കിൻഡർഗാർട്ടൻ എത്താറായിട്ടുണ്ട്. കണ്ടോ അവളിപ്പം ജാക്കറ്റും ഷൂവും ഒക്കെ ഊരുവാണേ. എന്നിട്ട് ഹൗസ് ഷൂ ഇട്ടിട്ട് അവൾ ഇനി റൂമിലോട്ട് പൊക്കോളും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പോവുകയാണേ. ഞാനിപ്പം B1 ആണ് എത്തിയേക്കുന്നത്. A1 ഞാൻ നാട്ടിൽ നിന്നാണ് പഠിച്ചിട്ട് വന്നത്. പക്ഷേ നാട്ടിൽ നിന്ന് പഠിക്കുന്നതിലും ബെറ്റർ നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്നതായിരിക്കും കേട്ടോ. കുറേ ആൾക്കാർ അങ്ങനെ തന്നെയാണ് എന്നോടും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്കിവിടെ പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പോവുകയാണേ. ഇതാണ് കേട്ടോ എൻ്റെ ക്ലാസ്. ഇപ്പം നമുക്ക് ബ്രേക്കാണ്. എനിക്ക് ക്ലാസ് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. കഴിഞ്ഞ 2 ആഴ്ച ഇവിടെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും മോൾക്കും ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഫുള്ള് വെക്കേഷനായിരുന്നു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനിനി മോളെ പിക്ക് ചെയ്യാൻ പോവുകയാണേ. ഇപ്പോഴും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം -4 ഇവിടുത്തെ ടെമ്പറേച്ചർ. ചെറുതായിട്ട് വെയിലുണ്ട്. പക്ഷേ വെയിലുണ്ടായിട്ടും കാര്യമൊന്നുമില്ല, അങ്ങനെ ചൂടൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ എൻ്റെ മോളെ പിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ കിൻഡർഗാർട്ടനിലോട്ട്. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ വാഷ് ചെയ്യുമായിരുന്നേ. പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ സ്നോ ബോളൊക്കെ ഉണ്ടാക്കി എറിഞ്ഞാണ് കേട്ടോ പോകുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തായ്വാനിൽ നിന്ന് വന്നപ്പം അവൾ കൊണ്ടു തന്നതാണേ. ഒരു പൈനാപ്പിൾ കേക്കാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇത് അവിടുത്തെ ഏതോ ഒരു ട്രഡീഷണൽ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക്. വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ചൊക്കെ സ്നോ മെൽറ്റ് ചെയ്ത് പോയി. ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ എപ്പോഴും വൈകുന്നേരമാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. കാരണം രാവിലെ ഒട്ടും ടൈം കാണത്തില്ല. അപ്പം വൈകുന്നേരമാണ് ഞാനിപ്പം കുക്ക് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന കാണിച്ചു തരാവേ. ഫസ്റ്റ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് സവോള അതിൻ്റെ അകത്തേക്ക് ഇടാവേ. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഞാനിപ്പം എൻ്റേതായ രീതിയിലാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ അത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ സവോള നന്നായിട്ട് വഴറ്റുവാണ് കേട്ടോ. കുറച്ച് സാൽട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പെരിഞ്ചീരകം ഇത് 3ഉം കൂടി ഗ്രൈൻഡ് ചെയ്തെടുത്തേ. അപ്പോൾ സവോള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആ ഒരു പെരിഞ്ചീരകവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒത്തിരി വെള്ളം മതി. കാരണം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങുവേ. അപ്പം ഞാനിതിപ്പോൾ അടച്ചു വെച്ച് ഇനി ഒരൊറ്റ വിസിൽ മതിയേ ഇത് റെഡിയാകാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ പരിപ്പിലേക്ക് സവാള, വെളുത്തുള്ളി, ചെറിയ ജീരകം, ഉപ്പ്, മഞ്ഞപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി 3 വിസിൽ കഴിഞ്ഞത് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഞാൻ ചതച്ച മുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതപ്പം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. മാറ്റിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുവേ. ചിക്കൻ കറി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഞാനിപ്പം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കിതിപ്പോൾ ഇച്ചിരി തിക്കായതുപോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുവേ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഇടിച്ച മുളക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനപ്പം ഈ ഒരു മുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ
വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, ലുലുവിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന മുളകാണ്. അപ്പം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം കുറച്ച് നേരം ഞങ്ങൾ 3 പേരും കൂടി സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുവാണേ. One, 2, 3, 4. ഇപ്പം കേറിയിട്ടുണ്ട്. Hello you. Bye bye. 5. ഹോമിലെത്തി. സായിറ് മേലോട്ട് കയറ്. ചായറ് താഴത്തോട്ട് ഇറങ്ങിക്കോ. 4. 1, 2, 3, 4. Yeah. 2, 1, 2. നിന്റെ കളി. 3 കിട്ടിയ പാമ്പാണ്. 4. 1, 2, 3, 4. സായിറ് ജയിച്ച്, വാപ്പി അപ്പം തോറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.